നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? അത് നടക്കുമ്പോൾ നമ്മൾ വല്ലാതെ തുള്ളിച്ചാടും. അത് നടക്കാതിരുന്നാൽ വല്ലാതെ വിഷമിക്കും. മറ്റൊരാളുടെ പെരുമാറ്റത്തെയും പ്രവർത്തനത്തെയും ആശ്രയിച്ചാണ് നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നത് എന്ന തെറ്റായ ധാരണയാണ് ഇവിടെ വിഷയം. സാധാരണ നമ്മൾ എന്താണ് പറയാറ്? പുറത്തുള്ള സാഹചര്യങ്ങളും വ്യക്തികളുമൊക്കെയാണ് നമ്മുടെ മൂഡ് കളയുന്നത് എന്ന് പറയും. പക്ഷേ സത്യം അതാണോ? അല്ല. നമസ്കാരം. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകും, അല്ലേ? മക്കൾ പറയുന്ന ചെറിയൊരു വാക്ക്, അല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഒരു പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന മറ്റെന്തെങ്കിലും സംഭവം, ഇത് മതി നമ്മുടെ മനസ്സമാധാനം കളയാൻ. നമുക്ക് ഇഷ്ടമുള്ളത് നടന്നാൽ സന്തോഷം, നമുക്ക് ഇഷ്ടമില്ലാത്തത് നടന്നാലോ വിഷമം. ചുരുക്കം പറഞ്ഞാൽ പുറമെയുള്ള കാര്യങ്ങളും വ്യക്തികളുമാണ് നമ്മുടെ മാനസികാവസ്ഥയെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ മനസ്സ് പുറമെയുള്ള കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്താണ് നിലനിൽക്കുന്നത് എന്നർത്ഥം. സാധാരണ നമ്മൾ എന്താണ് പറയാറ്? പുറത്തുള്ള സാഹചര്യങ്ങളും വ്യക്തികളുമൊക്കെയാണ് നമ്മുടെ മൂഡ് കളയുന്നത് എന്ന് പറയും. പക്ഷേ സത്യം അതാണോ? അല്ല. അവയോടുള്ള അമിതമായ അടുപ്പമാണ് പ്രശ്നം. ഇതിന് പറയുന്നു അറ്റാച്ച്മെൻറ്റ് എന്ന്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ നടന്നാൽ നമ്മൾ തുള്ളിച്ചാടും, ഇല്ലെങ്കിലോ നമ്മുടെ മനസ്സ് തകരും. എന്നാൽ എന്ത് സംഭവിച്ചാലും ഒരേ മാനസികാവസ്ഥയിൽ നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞാലോ വല്ലാത്ത അത്ഭുതമാകും, അല്ലേ? ഇതാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഗീതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ മക്കൾ, ജീവിത പങ്കാളി, വീട്, ഇതിലൊന്നിനോടും അമിതമായ ആസക്തിയോ മമതയോ ഇല്ലാതിരിക്കുക. നല്ലത് നടക്കുമ്പോഴും വിചാരിച്ചതുപോലെ നടക്കാത്തപ്പോഴും സമചിത്തതയോടെ, തുല്യ മനസ്സോടെ കാര്യങ്ങളെ നേരിടുക. ഇതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ലക്ഷണം. ഭഗവത്ഗീതയിൽ 13-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം തുടങ്ങുന്നത് അസക്തി അനഭിഷ്വംഗഃ എന്ന് പറഞ്ഞാണ്. അസക്തി എന്ന് പറഞ്ഞാൽ ആസക്തിയില്ലായ്മ, എൻ്റേത് എന്ന ഭാവം ഇല്ലായ്മ, ആബ്സെൻസ് ഓഫ് സെൻസ് ഓഫ് ഓണർഷിപ്പ്. അഭിഷ്വംഗഃ എന്ന് പറഞ്ഞാൽ ഒട്ടലാണ്, കൂടിച്ചേരലാണ്. അപ്പോൾ അനഭിഷ്വംഗം എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലായ്മ, ഒട്ടി നിൽക്കായിക, നോ അസോസിയേഷൻ അറ്റ് ഓൾ. അതായത് സാഹചര്യങ്ങളെയും വ്യക്തികളെയും കൺട്രോൾ ചെയ്യണം എന്ന അമിതമായ തോന്നലില്ലാത്ത അവസ്ഥയാണിത്. ഈ അസക്തിയും അനഭിഷ്വംഗവും പുത്രദാരഗൃഹാദിഷു എന്ന് പറയുന്നു. പുത്രൻ, ഭാര്യ, വീട് തുടങ്ങിയവയിൽ. ഇവിടെ ഗീതയിലുള്ള ഈ ശ്ലോകം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് വിഷമം കാണും. കാരണം മനസ്സിൻ്റെ തലത്തിൽ നിന്നും ഇത് മനസ്സിലാക്കാൻ കുറച്ച് വിഷമമാണ്. പുത്രൻ, ഭാര്യ, വീട്. പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രിയും വരും. അപ്പോൾ പുത്രൻ അഥവാ പുത്രി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, വീട്, ഇതൊക്കെ നമ്മുടേതല്ലേ എന്ന ചോദ്യം സാധാരണഗതിയിൽ മനസ്സിൽ വരും. ശരിയാണ്, ഇത് നമ്മുടേതാണ്. പക്ഷേ എൻ്റേത് എന്ന ഭാവമാണ് പ്രശ്നം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ മകനെയോ അല്ലെങ്കിൽ മകളെയോ അല്ലെങ്കിൽ ഭാര്യയെയോ ഭർത്താവിനെയോ നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല എന്ന് പറയാൻ പാടൂ? അല്ല, അതല്ല മീനിങ്. ഇറ്റ് ഈസ് ദ ഇന്നർ ഫീലിംഗ്. ആന്തരികമായ നമ്മുടെ ഭാവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എൻ്റേത് എന്ന ഭാവം ഉള്ളിലുണ്ടെങ്കിൽ ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇതിനർത്ഥം ബന്ധങ്ങളിലുള്ള സ്നേഹമോ കരുതലോ വേണ്ട എന്നല്ല. മറ്റൊരാളുടെ പെരുമാറ്റത്തെയും പ്രവർത്തനത്തെയും ആശ്രയിച്ചാണ് നമ്മുടെ സന്തോഷം നിലനിൽക്കുന്നത് എന്ന തെറ്റായ ധാരണയാണ് ഇവിടെ വിഷയം. അമിതമായ വൈകാരിക ആശ്രയത്വമാണ് പ്രശ്നം. നമ്മുടെ സമാധാനത്തിന് വേണ്ടി മറ്റൊരാൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ പെരുമാറണം എന്ന് വാശി പിടിക്കുമ്പോൾ നമുക്കും അവർക്കും ഒരുപോലെ വിഷമമുണ്ടാകും. ഇവിടെ പുത്ര, ദാര, ഗൃഹ ആദിഷു എന്ന് പറഞ്ഞു. ആദിഷു എന്ന് പറഞ്ഞാൽ മുതലായവ അല്ലെങ്കിൽ എക്സെട്ര. അതിനർത്ഥം മറ്റ് പലതും നമ്മൾ ഇതിൽ പെടുത്തേണ്ടതായിട്ട് വരും. ഉദാഹരണത്തിന് പെറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ നായ അല്ലെങ്കിൽ പൂച്ച, നമ്മൾ വളർത്തുന്ന മൃഗങ്ങൾ. ഇതിനോട് നമുക്ക് ആസക്തിയുണ്ടെങ്കിൽ, അഭിഷ്വംഗമുണ്ടെങ്കിൽ വിഷമമുണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനം, കാറോ ബൈക്കോ എന്തുമായിക്കോട്ടെ, നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ജോലി, ഇതിനോടൊക്കെ അമിതമായുള്ളൊരു ഒട്ടിച്ചേരലുണ്ടാകുന്ന സമയത്ത് അതാണ് എൻ്റെ സന്തോഷത്തെ നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ച് തുടങ്ങിയാൽ നമുക്ക് വിഷമമുണ്ടാകും. പിന്നെ പറയുന്നു നിത്യം സമചിത്തത്വം എന്ന്. നിത്യം എന്ന് പറഞ്ഞാൽ ഓൾവേസ്, എപ്പോഴും, ഇടയ്ക്കല്ല, എപ്പോഴും നമുക്ക് എന്തു വേണം? സമചിത്തത്വം എന്ന് പറഞ്ഞാൽ സമഭാവം, ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്, തുല്യ മനസ്ഥിതി. മനസ്സിലൊരു ബാലൻസ് ഉണ്ടായിരിക്കണം. ഏത് വിഷയത്തിൽ? ഇഷ്ടാനിഷ്ടോപപത്തിഷു, ഇഷ്ട അനിഷ്ട ഉപപത്തിഷു. ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഇഷ്ട മീൻസ് വാട്ട് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അനിഷ്ട, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത്. ഉപപത്തി എന്നാൽ ലഭിക്കുക, ഗെയിൻ അല്ലെങ്കിൽ ഒക്കറൻസ്.
അതായത് ഇഷ്ടമുള്ള കാര്യം സംഭവിക്കുമ്പോൾ അമിതമായ സന്തോഷം ഇല്ലായ്മ, ഇഷ്ടമില്ലാത്തത് സംഭവിക്കുമ്പോൾ അമിതമായ ദുഃഖം ഇല്ലായ്മ, ഇവ രണ്ടും ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇവിടെ 2 ക്വാളിറ്റീസ് പറഞ്ഞു: അസക്തി, അനഭിഷ്വംഗ. മക്കൾ, ജീവിത പങ്കാളി, വീട്, ഈ വിഷയങ്ങളിൽ അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളിലും നമുക്ക് അമിതമായ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ദുഃഖമായിരിക്കും ഫലം എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. ഇവിടെ പുത്രധാര ഗൃഹാദിഷു എന്ന് പറയുന്നത് കൽപ്പിക്കുന്നത് ആർക്കാണ്? ഈ ശരീര മനസ്സുകൾക്കാണ്. ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ് എന്ന തോന്നലുണ്ടാകുമ്പോൾ അതിൽ നിന്നാണ് ആസക്തിയും അഭിഷ്വംഗവും ഉണ്ടാകുന്നത്. അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഒബ്സെഷൻ. ഇവിടെ 2 വാക്കുകൾ നമ്മൾ ഓർക്കണം. ഒന്ന് ഓണർഷിപ്പും, 2 ട്രസ്റ്റിഷിപ്പും. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം, ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ കൈവശം വയ്ക്കൽ. ഇത് രണ്ടും രണ്ടാണ്. ആരെങ്കിലും നമുക്ക് അവരുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ കാറിൻ്റെയോ താക്കോൽ തന്ന ശേഷം ഇത് 2 ദിവസം കയ്യിൽ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമോ ഇതെൻ്റെതാണ്, ഈ വീട് എൻ്റെതാണ്, അല്ലെങ്കിൽ ഈ വാഹനം എൻ്റെതാണെന്ന് പറയുമോ? താക്കോൽ കൈവശമുണ്ട്, നമ്മൾ പറയില്ല. കാരണം എന്താണ്? ആൾ നമ്മളെ ഏൽപ്പിച്ചതാണ്. ട്രസ്റ്റിഷിപ്പ്. സ്വന്തം വീട്, സ്വന്തം വാഹനമാകുമ്പോൾ നമ്മൾ പറയും എൻ്റേതാണ് എന്ന്. അതാണ് ഓണർഷിപ്പ്. ഓണർഷിപ്പിന് പുറകിലാണ് ദുഃഖം ഒളിഞ്ഞിരിക്കുന്നത്. ട്രസ്റ്റിഷിപ്പാണെങ്കിൽ ദുഃഖമില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതായ പുത്രധാര ഗൃഹാദിഷു, മക്കൾ, ജീവിത പങ്കാളി, വീട്, ഈ കാര്യങ്ങളെല്ലാം ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചതാണ് എന്ന ഒരു സങ്കല്പം ഉണ്ടാവുകയാണെങ്കിൽ വിഷമം കുറയും. എൻ്റെ സന്തോഷം ഈ വിഷയങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന തോന്നൽ കുറയും. ഇതിൽ നിന്നും മുക്തി നേടാൻ സാധിച്ചാൽ എൻ്റേത് എന്ന മമതാബന്ധം ഉണ്ടാവുകയില്ല. ഒരു അനാസക്തൻ എവിടെയായാലും ഒന്നിനോടും ഒട്ടിച്ചേരാതെ നിൽക്കുകയാണ് ചെയ്യുക. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അടിമയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? അത് നടക്കുമ്പോൾ നമ്മൾ വല്ലാതെ തുള്ളിച്ചാടും. അത് നടക്കാതിരുന്നാൽ വല്ലാതെ വിഷമിക്കും. നോക്കൂ, നമ്മുടെ മാനസികാവസ്ഥയെ നിർണ്ണയിക്കുന്നത് ആ അനുഭവങ്ങളായിരിക്കും, ആ വസ്തുക്കളായിരിക്കും, ആ വ്യക്തികളായിരിക്കും. അതിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടത്. അതാണ് അസക്തി അനഭിഷ്വംഗ എന്നതുകൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിച്ചത്. ഒരു സാധാരണ മനുഷ്യൻ, അതായത് സംസാരി, തൻ്റെ സന്തോഷത്തിനായി ബാഹ്യവസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിക്കുമ്പോൾ ഒരു ജ്ഞാനി എന്താണ് ചെയ്യുന്നത്? തൻ്റെ ഉള്ളിലാണ് ആ സന്തോഷം എന്ന് മനസ്സിലാക്കുന്നു. ആ പ്രപഞ്ചശക്തിയായ ഈശ്വരനിലാണ് എല്ലാം ഉള്ളത്. ആ ഈശ്വരൻ എന്നിൽ തന്നെയാണ് എന്ന തിരിച്ചറിവിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഗീതയിലെ ഈ ശ്ലോകം ആത്മീയ വളർച്ച പ്രാപിച്ച ഒരു സാധകൻ്റെ മനോനിലയെയാണ് വരച്ചു കാട്ടുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി കുറയുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് ശരിയല്ല. നമുക്ക് ഉത്തരവാദിത്വം, മമതാ ബന്ധമില്ലാതെ ചെയ്യാൻ സാധിക്കും, ഒട്ടലില്ലാതെ ചെയ്യാൻ സാധിക്കും. ചെയ്യുന്ന കർമ്മം ചെയ്യേണ്ട രീതിയിൽ നമ്മൾ ചെയ്യുന്നു, പക്ഷേ അതിൻ്റെ ഫലം നമ്മൾ ഇച്ഛിക്കുന്നില്ല. നമ്മുടെ കയ്യിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്, റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. പക്ഷേ അത് ചെയ്ത ശേഷം പിന്നെ എന്ത് സംഭവിക്കും എന്ന് പ്രപഞ്ചം നിശ്ചയിക്കും, ഈശ്വരൻ നിശ്ചയിക്കും. അതാണ് ഒട്ടലില്ലാത്ത അവസ്ഥ. ഇങ്ങനെയുള്ള ആളുകൾക്ക് സാഹചര്യം എന്തു തന്നെയായാലും വൈകാരിക അസ്വസ്ഥതയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ മലയാളം ഇങ്ങനെയാണ്: പുത്രൻ, ഭാര്യ, വീട് തുടങ്ങിയവയിൽ ആസക്തിയോ അമിതമായ മമതയോ ഇല്ലാതിരിക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഒരുപോലെ എപ്പോഴും സമചിത്തത പാലിക്കുക. അതായത് തുല്യ മനസ്ഥിതി ഉണ്ടായിരിക്കുക എന്നർത്ഥം. ഇവ ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? ഇത് പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല. ചില സാധനകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ സാധനകളെക്കുറിച്ചാണ് എപ്പോഴും ശ്രീ രമണ മഹർഷി പറയാറുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.